എങ്ങനെയാണ് ഇസ്രായേലും ഇറാനും തമ്മിൽ ശത്രു രാജ്യമായത്? 1979 മുമ്പ് ഇറാനും ഇസ്രായേലും തമ്മിൽ വളരെ നല്ല ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത്. പഹ്ലവി രാജവംശത്തിന്റെ അഥവാ ഷാ രാജവംശത്തിന്റെ കീഴിൽ 1950 ഇസ്രായേൽ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന രണ്ടാമത്തെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി ഇറാൻ മാറി. ഇരു രാജ്യങ്ങളും വലിയ തോതിലുള്ള സാമ്പത്തിക സുരക്ഷാ സഹകരണത്തിൽ ഏർപ്പെട്ടു. ഇസ്രായേലിന് എണ്ണ നൽകിയത് ഇറാനായിരുന്നു. പകരം ഇസ്രായേൽ ഇറാന് സൈനിക സാങ്കേതിക വിദ്യയും കാർഷിക സഹായങ്ങളും നൽകി വന്നു. എന്നാൽ 1979 ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ പുതിയ സർക്കാർ അധികാരമേറ്റതോടെ പുതിയ സർക്കാർ ഇസ്രായേലുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉടനടി വിച്ഛേദിച്ചു. ഇറാന്റെ പുതിയ നേതൃത്വം ഇസ്രായേലിനെ നിയമവിരുദ്ധമായ ഒരു രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയും ഫലസ്തീൻ എന്ന ലക്ഷ്യത്തിന്റെ പോരാളിയായി സ്വയം നിലകൊള്ളുകയും ചെയ്തു. ഇതേ തുടർന്ന് പതിറ്റാണ്ടുകൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം വലിയൊരു പരിധിവരെ പരോക്ഷമായിരുന്നു. പ്രോക്സികൾ, രഹസ്യനീക്കങ്ങൾ, സൈബർ യുദ്ധം എന്നിവയിലൂടെയാണ് ഇത് പ്രധാനമായും നടന്നത്. ഇറാൻ വിവിധ പ്രാദേശിക സായുധ ഗ്രൂപ്പുകൾക്ക് ധനസഹായം, പരിശീലനം, ആയുധങ്ങൾ എന്നിവ നൽകാൻ തുടങ്ങി. ഇതിൽ ലെബനനിലെ ഹിസ്ബുള്ളയും ഫലസ്തീനിലെ ഹമാസും ഉൾപ്പെടുന്നു. ഇവർ ഇസ്രായേലുമായി നേരിട്ടുള്ള നിരന്തരമായ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടു. തങ്ങളുടെ അതിർത്തികളെ വളയാനുള്ള ഇറാന്റെ ഒരു തന്ത്രമായാണ് ഇസ്രായേൽ ഈ ശൃംഖലയെ കണ്ടത്. ഇറാന്റെ ആണവ പദ്ധതിയും പ്രാദേശിക സ്വാധീനവും തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് ആരോപിച്ച് ഇസ്രായേൽ ഇറാന്റെ നീക്കങ്ങളെ തടസ്സപ്പെടുത്തുന്നതിനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തി. ഇറാനിയൻ ആണവ സയന്റിസ്റ്റുകളുടെ കൊലപാതകങ്ങൾ, സിറിയയിലെ ഇറാനിയൻ കേന്ദ്രങ്ങൾക്കും പ്രോക്സി ഗ്രൂപ്പുകൾക്കും നേരെയുള്ള വ്യോമാക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് 2010 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളെ പ്രയോഗിച്ച സെക്സ്നെറ്റ് എന്ന കമ്പ്യൂട്ടർ വൈറസ് എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഈ സംഘർഷത്തിന്റെ സ്വഭാവം ഒരു ഷാഡോ വാറിൽ നിന്നും നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് 2020കളുടെ പകുതിയോടെ നാടകീയമായി മാറി. 2023 ഒക്ടോബറിൽ ഗാസയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടതിനെ തുടർന്ന് ഇറാൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിപ്പിച്ചതിനാൽ സംഘർഷം രൂക്ഷമായി. 2024 സിറിയയിലെ ഇറാൻ കോൺസുലേറ്റിന് നേരെയുള്ള ആക്രമണം വലിയൊരു യുദ്ധത്തിന് കാരണമായി. ഇത് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേൽ മണ്ണിൽ ഇറാന്റെ ആദ്യത്തെ നേരിട്ടുള്ള സൈനിക ആക്രമണത്തിന് കാരണമായി. 2024 ഒക്ടോബറിൽ വീണ്ടും വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടന്നു. 2025 ജൂണിൽ ഈ സംഘർഷം ഹ്രസ്വവും എന്നാൽ തീവ്രവുമായ 12 ദിവസത്തെ യുദ്ധത്തിലേക്ക് മാറി. ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിനു മറുപടിയായി ഇസ്രായേൽ സൈനിക സിവിലിയൻ കേന്ദ്രങ്ങളിൽ ഇറാൻ വൻതോതിലുള്ള തിരിച്ചടി നൽകി. വെടിനിർത്തൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആക്രമണങ്ങൾ തടയാനും ഇറാനിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താനും അമേരിക്ക ഇടപെട്ടു. 2026 ഫെബ്രുവരി 28 US ഇസ്രായേൽ സേന നൂറുകണക്കിന് ഇറാനിയൻ സൈനിക നേതൃത്വ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി സംയുക്ത ആക്രമണങ്ങൾ നടത്തിയപ്പോൾ സംഘർഷം വീണ്ടും രൂക്ഷമായി.